മോനെ ആ സിനിമാക്കാരി പിള്ളേരെന്ത്? അവരപ്പുറത്തുണ്ട്. പ്രണവ് ഒരു മിനിറ്റ്. രണ്ടാഴ്ചത്തെ കൂലി പറ്റ് കഴിഞ്ഞ് മുഴുവനുണ്ട്. നാളെ പോലെ രണ്ടുപേരും കാണില്ലെന്ന് പറഞ്ഞത് എന്നതാ? എവിടെ പോവാ? രണ്ടുപേരും പണ്ടത്തെ പോലെ സിനിമാക്കാരെ പുറകെ പോകാൻ കാശിന് വേണ്ടി വന്നാലേ. ഇനി ഇടയ്ക്ക് എങ്ങനെ വന്നാൽ ഇവിടെ ജോലി ഉണ്ടാവില്ല കേട്ടോ. അതെ എൻ്റെ ചേട്ടാ, ഞങ്ങൾക്ക് സിനിമയിലേക്കൊരു ചാൻസ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ ക്യാമ്പിന് പോവുക. 1 മാസം അവിടെ സിനിമ ക്യാമ്പ്. ദൈവം സഹായിച്ചാൽ ഇവൻ ക്യാമറയ്ക്ക് മുന്നിലേക്കും ഞാൻ ക്യാമറയ്ക്ക് പിന്നിലേക്കും. ഡയറക്ടർ കെ ഹരിദാസ് സാറിൻ്റെ ഒരു വലിയ പ്രോജക്റ്റാണ്. സാറിന് ഞങ്ങളെ വലിയ താല്പര്യമാണ്. ഞങ്ങൾ സിനിമയിലെത്തിയിട്ട് ചേട്ടന് നല്ലൊരു വേഷം തരുന്നുണ്ട്. ഏയ്, ഒരു മാസത്തേക്ക് ധാരാളം. നീ എന്നെടുത്ത് പേഴ്സ് വെക്ക്. പേഴ്സ് കിട്ടിയടാ. കിട്ടിയോ? ആ. എന്നിട്ടെന്താ നിന്റെ മുഖം ഇങ്ങനെ വളിച്ചിരിക്കുന്നത്? ആ തെണ്ടി തന്നെ വല്ലതും ചെയ്തോ? ഇല്ലില്ല, അവനൊരു പാവം. അതല്ല പ്രശ്നം. വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു, മൂത്തുമുക്ക് സുഖമില്ല എന്ന്. ക്യാമ്പിൻ്റെ ഇടയിൽ വല്ലതും സംഭവിച്ചാൽ എന്നോട് വേഗം ചെല്ലാൻ പറഞ്ഞു. എനിക്ക് പോകണം, നീ തനിച്ചു പോയാൽ മതി. എന്തും മണ്ടത്തരാടാ നീ പറയണേ? ഇത്ര വലിയ ഓപ്പർച്യൂണിറ്റി കളഞ്ഞിട്ടാണോ നിന്റെ വീട്ടിൽ പോക്ക്? 100 വയസ്സായില്ലടാ മൂത്തമ്മയ്ക്ക്. അതും പറഞ്ഞ് നീ നിന്റെ ഭാവി കളയണോ? തനിച്ചാണേ ഞാൻ പോകുന്നില്ല. പോകുന്നെങ്കിൽ ഒരുമിച്ച്. നീ പോണം. നീ രക്ഷപ്പെട്ടാലും ഞാൻ രക്ഷപ്പെട്ടാലും ഒരുപോലെല്ലേടാ. നീ ബാഗ് എടുക്ക്. ശരിയടാ, നീ പോയിട്ട് വാ.
കാലചക്രം എന്ന ചിത്രത്തിന്റെ ഫൈനൽ ഓഡിഷനാണ്. നിങ്ങൾ 5 പേരാണ് സെലക്ട് ആയിരിക്കുന്നത്. അതിൽ ആദ്യമായി പെർഫോം ചെയ്യുന്നതിന് വേണ്ടി അരുൺ. പ്രണവ് ഇപ്പോൾ ഒരു വലിയ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഞാൻ തന്നിൽ ഒരു ഭാവി കാണുന്നു. ഈ സിനിമാ വ്യവസായത്തിൽ ഉത്തരവാദിത്വത്തോടും ആത്മാർത്ഥത്തോടും കൂടി നിൽക്കുന്നവർ എന്നും വിജയിക്കും. തന്റെ സുഹൃത്ത് കാണിച്ച പോലെ ഉത്തരവാദിത്തക്കുറവൊന്നും കാണിക്കരുത്. സാർ അത് വേണ്ട, ഒന്നും പറയണ്ട. താൻ ഈ ഫോം കൊണ്ടുപോയി ആ മുറിയിൽ ജോണുണ്ട്, അവന്റെ കൊടുത്താൽ മതി. അതെ, തന്റെ സുഹൃത്തിന് പകരം ഞാൻ തിരഞ്ഞെടുത്ത ആളാ. താനെങ്കിലും എന്റെ പ്രതീക്ഷ തകർക്കരുത്. ഇതവിടെ കൊടുത്തോളൂ. താങ്ക് യു സാർ. ജോൺ, യെസ്, ഞാനാണ്. നിങ്ങളല്ലേ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ? ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ പ്ലീസ് പ്ലീസ് പ്ലീസ്. കൈവിട്, താൻ ഇത് പറ. പറയാം. ഞാൻ ഈ ക്യാമ്പിലേക്ക് വരാനായിട്ട് ഒരാളോട് കുറച്ച് കാശ് ചോദിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് തരാമെന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. അവസാന നിമിഷം ട്രെയിൻ പോകാറായിട്ടും അയാൾ ക്യാഷ് എത്തിച്ചില്ല. വിളിച്ചിട്ടാണെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നിരാശനായിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു നീ പണവുമായി അവിടെ നിൽക്കുന്നത് കണ്ടത്. നീ എന്നോട് ക്ഷമിക്കണം. പിന്നെന്തിനാ പൈസ തിരിച്ചു തന്നെ? എനിക്കതാ മനസ്സിലാവാത്തെ. അതിന് ഞാൻ പൈസ തിരിച്ചു തന്നില്ല. അത് രണ്ടാളും ഭാഗ്യമുള്ളവരാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ. എത്രയൊക്കെ ഉയർത്തി പോയാലും നിങ്ങളുടെ കൂട്ടുകാർ എന്നും ഉണ്ടാവും. ഒരിക്കലും തീരരുത്. എന്താ മോളെ ഫോൺ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? എന്താ ഒരു സന്തോഷ വാർത്ത? ഒന്ന് പറ മോളെ. റിയലി? കട്ട് സൂപ്പർ. പാക്കപ്പ് ഓഫ് ദ ഡേ. രവി അസലായിട്ടുണ്ട്. പ്രണവേ, ഞാൻ അങ്ങോട്ട് വരാം. അതെ സുമി ചെല്ലു. അതെ, ഈ കഥയിൽ നമ്മുടെ ജീവിതമായിട്ടൊരു ബന്ധം നിനക്ക് തോന്നിയോ? എന്ത് ബന്ധം? ഒരു ബന്ധമുണ്ട്. എടോ പ്രണവേ, തൻ്റെ ആ പഴയ സുഹൃത്തിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഏയ്, അന്ന് ഞാൻ ക്യാമ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തിയപ്പോഴേക്കും എൻ്റെ ബക്കറി നാട് വിട്ടിരുന്നു. കുറേ അന്വേഷിച്ചു, ഒരു പിടിയും കിട്ടിയില്ല. പിന്നെ ആരോ പറഞ്ഞു ഗൾഫിൽ എവിടെ ആണെന്ന്.
അത്രേ എനിക്ക് അവനെപ്പറ്റി അറിയൂ. ആ ഞാൻ വിളിക്കാം. ഓക്കെ. ആ സാറുമാർ രണ്ടുപേരും ഇവിടെ തന്നെ ഇരിക്കുകയാണ്. നിങ്ങളെ കാണുവാനായി ഈ സിനിമയുടെ ഫിനാൻസർ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷൂട്ടിംഗ് കഴിയാൻ വേണ്ടി ഇരുന്നതാ. ആളുടെ പ്രത്യേക താല്പര്യമായിരുന്നു നിങ്ങൾ രണ്ടാളും ഈ സിനിമ ചെയ്യണമെന്നുള്ളത്. അതാരാടാ നമ്മുടെ ഇത്രയും വലിയൊരു വെൽവിഷർ? എന്നാലും നമുക്കൊന്ന് കണ്ടു കളയാം. വാ. വാ. ആ വാ, നിങ്ങളെ കാണാനാ ഇദ്ദേഹം ഇത്ര സമയം ഇരുന്നത്. അബി, ആ ലാസ്റ്റ് ഷോട്ടിന്റെ ലെങ്ത് ഇത്തിരി കുറയ്ക്കണം. അത് നമുക്ക് ഫൈനൽ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ.